പഹൽഗാം ഭീകരാക്രമണത്തിന് പിന്നാലെ നിയന്ത്രണ രേഖയിൽ വീണ്ടും പാക് പ്രകോപനം. നിയന്ത്രണ രേഖയിൽ വീണ്ടും വെടിവയ്പുണ്ടായി. റാംപൂർ സെക്ടറിൽ ഇന്ത്യൻ പോസ്റ്റുകൾക്ക് നേരെയാണ് പാക് വെടിവയ്പ് ഉണ്ടായത്. കുപ്വാരയിൽ സാമൂഹ്യ പ്രവർത്തകനെ ഭീകരർ വെടിവെച്ചു കൊന്നു. ശക്തമായ തിരിച്ചടിക്ക് തയ്യാറെടുക്കുകയാണ് ഇന്ത്യൻ സേന. ഭീകരർക്കായി വനമേഖലകൾ കേന്ദ്രീകരിച്ച് തെരച്ചിൽ പുരോഗമിക്കുകയാണ്. വിവരങ്ങളുമായി നോബിൾ മാരിക്കാരനും ആദിൽ പാലോടും ജോയ്സ് ഡാനിയലും നമുക്കൊപ്പം ചേരുകയാണ്. ഗുഡ് ഈവനിംഗ് ഗൈസ്. നമുക്ക് ആദ്യം നോബിൾ മാരിക്കാരനിലേക്ക് പോകാം. നോബിൾ മാരിക്കാരൻ, പ്രകോപനം തുടരുമ്പോൾ തിരിച്ചടിക്കാതെ തരമില്ല. ആ തിരിച്ചടി എത്രത്തോളം മാരകമാകും, വലിയ പ്രഹരമാകും എന്നതാണ് ഇപ്പോൾ വരുന്ന സൂചനകൾ. സുജയ, പാക് പോസ്റ്റുകളിൽ നിന്ന് നിരന്തരം ഇന്ത്യക്ക് നേരെ പ്രകോപനം ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ്. കാരണം കഴിഞ്ഞ 3 ദിവസമായി നിരന്തരം പാക് പോസ്റ്റുകൾ, ഇന്നിപ്പോൾ റാംപൂർ സെക്ടറിൽ നിന്നാണ് വെടിവെപ്പ് ഉണ്ടായത്. ഇന്ത്യൻ പോസ്റ്റ് നേരെ നിരന്തരം വെടിവെപ്പ് ഉണ്ടായി എന്നാണ് അവിടുന്ന് റിപ്പോർട്ട് ഉള്ളത്. അതിന് പിന്നാലെ ശക്തമായി തന്നെ സുരക്ഷാ സേന അവിടെ തിരിച്ചടിക്കുകയും ചെയ്തു. ആ തിരിച്ചടിയിൽ ശക്തമായ കേടുപാടുകൾ അവിടുത്തെ പാക് പോസ്റ്റ് ഉണ്ടായിട്ടുണ്ട് എന്നാണ് അറിയാൻ കഴിയുന്നത്. അതേസമയം ഇന്ത്യൻ പോസ്റ്റിൽ ആർക്കും പരിക്കോ അല്ലെങ്കിൽ മറ്റു തരത്തിലുള്ള നാശനഷ്ടങ്ങളോ ഒന്നും റിപ്പോർട്ട് ചെയ്തിട്ടില്ല എന്നും അറിയാൻ കഴിയുന്നു. അത്തരത്തിലുള്ള നടപടിയാണ് പാകിസ്ഥാന്റെ ഭാഗത്ത് ഉണ്ടാകുന്നത്. പ്രത്യേകിച്ച് ഈ പഹൽഗാമിൽ ആക്രമണം ഉണ്ടായതിന് പിന്നാലെയാണ് ഇത്തരത്തിൽ നിരന്തരം പാകിസ്ഥാൻ പ്രകോപനം ഉണ്ടാക്കുന്നത് എന്നാണ് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം. ഈ ജല കരാർ അടക്കം ഇന്ത്യ വിച്ഛേദിച്ചുകൊണ്ട് നയതന്ത്ര ബന്ധത്തിൽ നിന്ന് പിന്മാറിയതിന് പിന്നാലെ കൂടുതൽ പ്രകോപനം ഉണ്ടാക്കുക എന്നാണ് പാകിസ്ഥാൻ ഇതോട് ലക്ഷ്യം വെക്കുന്നതെന്ന് മനസ്സിലാക്കുന്നു. പക്ഷേ എങ്കിൽ പോലും വിട്ടുകൊടുക്കാൻ തയ്യാറല്ല എന്നാണ് സേന വ്യക്തമാക്കുന്നത്. അതിന്റെ ഭാഗമായി തന്നെയാണ് ശക്തമായ തിരിച്ചടി ഈ മേഖലയിൽ ഉണ്ടായത്. അത് മാത്രമല്ല, പ്രാദേശികമായ ഭീകരന്മാർക്ക് എതിരെ ശക്തമായ നിലപാട് വീണ്ടും തുടരുന്ന കാഴ്ചയാണ് കഴിഞ്ഞ രാത്രിയും കാണാൻ കഴിയുന്നത്. 4 വീടുകൾ കൂടി കഴിഞ്ഞ രാത്രി സ്ഫോടനത്തോടെ തകർത്തിരിക്കുന്നു. അതിൽ ഒന്ന് പാകിസ്ഥാനിലുള്ള ഭീകരന്റെ അടക്കം വീടുകളാണ് തകർത്തിരിക്കുന്നത്. പാകിസ്ഥാനിലുള്ള ഭീകരൻ ഫറൂഖ് അഹമ്മദിന്റെ അടക്കം വീടുകൾ ഇത്തരത്തിൽ സ്ഫോടനത്തിലൂടെ സുരക്ഷാ സേനയും ഒപ്പം പ്രാദേശിക ഭരണകൂടം തകർക്കുന്ന കാഴ്ചയാണ് കാണാൻ കഴിയുന്നത്. അത്തരത്തിൽ കഴിഞ്ഞ ദിവസങ്ങളിൽ മൊത്തം 11 വീടുകൾ തകർത്തിരിക്കുന്നു എന്ന വിവരമാണ് ഇപ്പോൾ സുരക്ഷാ സേനയും പ്രാദേശിക ഭരണകൂടവും ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് പുറത്തേക്ക് വിടുന്നത്. അതായത് ഒരു തരത്തിലും പ്രാദേശിക ഭീകരവാദത്തെ മുന്നോട്ട് കൊണ്ടുപോകാൻ അനുവദിക്കില്ല എന്ന നിലപാടിന്റെ ഭാഗമായാണ് ഇത്തരത്തിൽ ഒരു നടപടി എന്ന് വേണം നമുക്ക് വിലയിരുത്താൻ. പക്ഷേ ഇത്തരത്തിൽ നടപടി ശക്തമായി മുന്നോട്ട് കൊണ്ടുപോകുമ്പോഴും ഇന്നും ഭീകരാക്രമണം ഉണ്ടായി എന്നാണ് മറ്റൊരു പ്രധാനപ്പെട്ട എടുത്തു പറയേണ്ട കാര്യം. അതായത് ഒരു സാമൂഹ്യ പ്രവർത്തകന്റെ വീട്ടിൽ കയറിയാണ് ഭീകരർ ആക്രമിച്ചത് എന്ന് വ്യക്തമാകുന്നു. അതായത് 45-കാരനായ ഗുലാം റസൂലിന്റെ വീട്ടിൽ, അതായത് കുപ്വാരയിലാണ് ഇയാളുടെ വീട് ഉള്ളത്. ഈ വീട്ടിൽ കയറി ഇയാളെ വെടിവെക്കുകയായിരുന്നു എന്നാണ് വിവരം ഉള്ളത്. ഉടൻ തന്നെ ആശുപത്രിയിൽ എത്തിച്ചു, എങ്കിലും ജീവൻ രക്ഷിക്കാൻ കഴിഞ്ഞില്ല. അത്തരത്തിൽ ആ മേഖലയിൽ ഇന്ന് രാവിലെ മുതൽ തന്നെ പരിശോധന ആരംഭിക്കുകയും ചെയ്തിട്ടുണ്ട്. പക്ഷേ ഭീകരനെ കീഴ്പ്പെടുത്താൻ കഴിഞ്ഞിട്ടില്ല. എന്നാലും ശക്തമായ നിലപാട് സ്വീകരിച്ചുകൊണ്ട് തന്നെയാണ്